എൻ്റെ പേര് മെറിൻ. എൻ്റെ മൂത്ത മോളുടെ പേര് ട്രിസ, ഇളയ മോൾ അൽഫോൻസ. കഴിഞ്ഞ മാസം നവംബർ 27 സ്കൂൾ ബസ് ഇറങ്ങുമ്പോൾ എൻ്റെ മോൾക്ക് ഒരു പിക്കപ്പ് വാൻ വന്ന് പിടിച്ച് കൊച്ച് തത്സമയം തന്നെ ബോധം നശിച്ചു. അതിന് ഉടനെ ഞങ്ങൾ ഇരാറ്റുപേട്ടയിലാണ് താമസിക്കുന്നത്. ഇരാറ്റുപേട്ട റിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് വേഗം കാരിതാസിലേക്ക് കൊണ്ടുപോയി. കൊച്ചിന് ലെൻസിന് ചതവും ബ്രെയിൻ ഫുൾ ഷെയ്ക്കായിരുന്നു. കാരിതാസിലെ ICUവിൽ നിന്ന് അവിടുന്ന് ബെറ്റർ ട്രീറ്റ്മെൻറ്റിനായിട്ട് വൈകി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കൊച്ചിന് ബ്രെയിൻ ഫങ്ഷൻ ടെസ്റ്റ് നടത്തി. അവിടെ വെച്ച് ഡോക്ടർ പറയുന്നത് കൊച്ചിൻ്റെ ബ്രെയിൻ ഫുള്ളി ഡെഡാണ്. കൊച്ചിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പം എന്തെങ്കിലും സംഭവിച്ചാലായി. എന്നാലും റിക്കവർ ആയാൽ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ കൊച്ചിന് വൈകല്യങ്ങൾ ഒരുപാടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഈ ബിസിനസ് ചേട്ടനിവിടെ മലപ്പള്ളി താമസിക്കുന്നുണ്ട്. ചേട്ടന് ഈ ബിസിനസ്സിനെയും കൂടി ഹോസ്പിറ്റലിൽ വന്നു. അച്ഛൻ വന്ന് ഡിസംബർ 8 അച്ഛൻ വരുന്നത്. അച്ഛൻ വന്ന് കൊച്ചിന് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇന്നിവിടെ ഒരു അത്ഭുതം നടക്കുമെന്ന്. അന്ന് കൊച്ച് കോമയിലാണ്. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് പോയി. ഒരു 10 മിനിറ്റിന് ശേഷം കൊച്ച് പെട്ടെന്ന് കണ്ണു തുറന്ന് മൂത്ത കൊച്ചിനെ നോക്കി ചിരിച്ചു. മൂത്ത കൊച്ച് ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി. പിറ്റേ വെള്ളിയാഴ്ച കൊച്ചും അച്ഛനും കൂടെ ഇളയ കൊച്ചിനെ കാണാൻ വൈക്കത്തിന് വരുന്ന വഴിക്ക് ഞങ്ങളുടെ കാറ് പോയി ഒരു പോസ്റ്റിലിടിച്ച് വീണ്ടും ആക്സിഡൻ്റ് ഉണ്ടായി. അവിടെ വെച്ച് കൊച്ചിൻ്റെ മൂക്കിന് പാലത്തിന് പൊട്ടലുണ്ട്. ഒരു തരണാസ്ഥി തെന്നി മാറിയാണ് ഇരിക്കുന്നത്. കൊച്ച് 5 ദിവസം ICUവിലായിരുന്നു. ICUവിൽ നിന്ന് ഇറങ്ങി അവളുടെ മുഖമെല്ലാം നീര് വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച അന്ന് ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ അനിയത്തി കണ്ണു തുറന്ന് നേരെ ചിരിച്ചു. അച്ഛനെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വ്യാഴാഴ്ച തന്നെ ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അച്ഛന് വാക്ക് വിശ്വസിക്കുമായിരുന്നു. കാരണം അന്നേരം കൊച്ച് കോമയിലാണ്. പക്ഷേ ഒരു അത്ഭുതം നടക്കുമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അന്ന് അച്ഛൻ വരുമ്പോൾ രാത്രി 8 മണി 8:30 ആയിരുന്നു. 12 മണിക്ക് മുമ്പ് തന്നെ അത്ഭുതം നടക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ കണ്ണിയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം കൊച്ച് പെട്ടെന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ കൊച്ച് സംസാരിച്ചു. 2 ദിവസത്തിനുള്ളിൽ വീണ്ടും 4 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ശനിയാഴ്ച തന്നെ ഡിസ്ചാർജ് ആകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ വ്യാഴാഴ്ച രാവിലെ ഡോക്ടർ വന്നിട്ട് കൊച്ചിനെ കണ്ടിട്ട് പറഞ്ഞു ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയേക്കാവുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വ്യാഴാഴ്ച തന്നെ ഡിസ്ചാർജ് ആകാൻ പറ്റി. യേശുവിന് ഒത്തിരി പ്രാർത്ഥനയുടെ ഫലമാണ്. ഒത്തിരി പേര് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ദൈവം സഹയാത്രികരാകുന്ന ജീവിതമാണ് നമ്മുടെ. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 കുഞ്ഞുങ്ങൾക്കും ദൈവം അത്ഭുതകരമായ സൗഖ്യം നൽകിയുണ്ടായി. വൈദ്യശാസ്ത്രം നിലച്ചു എന്ന് പറയുന്നിടത്ത് ദൈവം തുടങ്ങി വെക്കും പലതും. മനുഷ്യൻ അവസാനിച്ചു എന്ന് പറയുന്നത് ദൈവം ആരംഭിച്ചു തുടങ്ങും. എന്നിട്ട് നമ്മൾ ഇരു കരങ്ങളും ഉയർത്തി കുടുംബത്തിന് വേണ്ടി ഇവർക്ക് ദാനമായി ദൈവം തിരിച്ചു കൊടുത്ത മക്കൾക്ക് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആരാധന ദൈവമേ. അനേകായിരം സ്തുതികൾ അർപ്പിക്കുകയാണ് കർത്താവേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.
യേശുവേ സ്തുതി. ഹല്ലേലൂയ.